തൈറോയ്ഡ് ഉള്ള സ്ത്രീകൾ ഗർഭധാരണത്തിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് ഹോർമോൺസ് നിയന്ത്രണത്തിലാക്കേണ്ടത് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഉള്ള സ്ത്രീകളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഗർഭധാരണം പോസിബിൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ തൈറോയ്ഡ് ഹോർമോൺസ് ലെവൽസ് എല്ലാം തന്നെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായിട്ട് TSH ഉൾപ്പെടെയുള്ള തൈറോയ്ഡ് ഹോർമോൺ ലെവൽസും ആന്റിബോഡി ടെസ്റ്റുകളെല്ലാം തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് എല്ലാം നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നാൽ പല സ്ത്രീകളും തങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതും അറിയുന്നതും എല്ലാം തന്നെ പ്രഗ്നൻസി പീരീഡിലായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു നോർമലായിട്ട് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൺസെപ്ഷന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതായത് ഗർഭധാരണം നടക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. ഈ ഗർഭധാരണം നടന്നാൽ തന്നെ ഈസി ആയിട്ട് മിസ്കാരേജ് ഉണ്ടാവാൻ, അതായത് അബോർഷൻ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കാം. കുഞ്ഞിന്റെ വളർച്ചയെ അത് സാരമായിട്ട് തന്നെ ബാധിച്ചേക്കാം. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസും കൂടുതലായിട്ട് കണ്ടുവന്നേക്കാം. മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഓൾറെഡി നിങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിട്ട് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു നീഡ് ഉണ്ട്, ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഡോസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയും വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന തൈറോയ്ഡ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ തൈറോയിഡിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഉടനെ തന്നെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോസിൽ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ ചിലരിൽ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് ഒക്കെ നോർമൽ ആണ് എന്നുണ്ടെങ്കിലും TPO പ്രഗ്നൻസിക്ക് മുന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടേക്കാം. എന്നാൽ ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ വൺസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലേഡീസ് ആയാൽ കൂടിയും ഒന്നും കൂടിയും തൈറോയ്ഡ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് പ്രഗ്നൻസി പോലെയുള്ള ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോൺസിന്റെ വേരിയേഷന് ഈ TPO ഹൈ ആയിരിക്കുന്നവരിൽ കുറച്ച് സാധ്യതകൾ വർദ്ധിച്ചേക്കാം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത്, നിങ്ങൾ തൈറോയ്ഡ് മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിർത്തുകയോ അതുപോലെ തന്നെ ഡോസ് തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ബിക്കോസ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു നില എന്ന് പറയുന്നത് നോർമലായിട്ട് കീപ്പ് ചെയ്യേണ്ടത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ പ്രഗ്നൻസിക്ക് മുന്നായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിലൊന്ന് കമന്റ് ചെയ്യുക. തൈറോയ്ഡ് സംബന്ധിച്ച കൂടുതൽ അറിവുകൾക്കായിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന തൈറോയ്ഡ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.